ഹലോ ഗൈസ്, നമ്മുടെ ബാർസലോണ ട്രിപ്പ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇപ്പൊ എങ്ങനെ ലാ സാഗ്രഡ ഫാമിലിയിലേക്ക് നമ്മുടെ ഇവിടെ നിന്ന് എന്തോരം ദൂരം ഉണ്ട്? ഇവിടുന്ന് ഒരു 30 to 40 മിനിറ്റ്സ് ഉണ്ടെന്നാണ് പറയണേ. 8 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ നമ്മള് മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഇനിയിപ്പോ അവിടെ പോയിട്ട് അതിന്റെ വിശേഷങ്ങള് പറയാം. അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ സ്റ്റേഷനിലേക്ക് പോകാം. മെട്രോ സ്റ്റേഷൻ. One day, 2 day, 2 day, 3 day, 4 day and 5 day. 3 days ഇവിടെ ഇംഗ്ലീഷ് എടുത്തോ. 3 നമുക്ക് 2 വേണ്ടേ? 2 എടുക്കണം തോന്നുന്നു. ഇത് കൊടുക്കട്ടെ എന്നാ. 8 സംതിങ് ആണ് പെർ ഡേ വരുന്നത്. എടുക്കുവാണ്. ഇൻസേർട്ട് ഒരു സ്വൈപ്പ് കാർഡ്. ഓ, സ്വൈപ്പ് ചെയ്യണോ? ടാപ്പില്ലേ? ടാപ്പ് ഉണ്ടല്ലോ. മെട്രോ അല്ലെങ്കിൽ നമ്മൾ 1 വേ പോകാനായിട്ട് 2.55 റേറ്റ് വരും. അങ്ങനെയാണെങ്കിൽ പോയി വരാൻ നമ്മൾ 5 point സംതിങ് ആവും. ഇതാകുമ്പോ എത്ര എൻട്രി വേണം ചെയ്യാം. നമുക്ക് 2 ട്രെയിൻ എടുക്കണം. ഇങ്ങനെ വളരെ സാഹസികത നിറഞ്ഞ മെട്രോ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ലാ സാഗ്രഡ ഫാമിലിയ. നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ അവസ്ഥ നടിക്കുന്നത്. ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോട്ടോ. ഇതാണ് നമ്മൾ കാണാൻ വന്ന ലാ സാഗ്രഡ ഫാമിലിയ ബസിലിക്ക അല്ലേ? ഒരു ചർച്ചാണ്. അടിപൊളിയല്ലേ? അടിപൊളി സംഭവം. ഇത് കാണേണ്ട ഐറ്റം തന്നെയാണ്. ഇത് ഒരുപക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അസാധ്യം കേട്ടോ. ഇതിലേറ്റവും ഒരു സ്ട്രേഞ്ച് പാർട്ട് എന്ന് പറയുന്നത് ഇത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം 140 കൊല്ലം അല്ലെ? 142 കൊല്ലമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബസിലിക്കയാണ് ഇത്. 2024 പണി തീരും എന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് ഇത് 2030 ആവും എന്നാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ്. ഇത് നമ്മൾ ഇതിന് ടിക്കറ്റ് ഓൺലൈൻ എടുക്കണം. ഇവിടെ നേരിട്ട് വന്നാലൊന്നും ഇതിന് ടിക്കറ്റ് കിട്ടില്ല. നമ്മൾ ടിക്കറ്റ് അതും വളരെ മുന്നേ തന്നെ ബുക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ വരുന്നവരെല്ലാവരും മെയിനായിട്ട് കണ്ടുപോകുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അതായത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ക്യൂ ഒക്കെ ഓൾറെഡി ക്യൂ അപ്പ് ആയി കഴിഞ്ഞു. നമ്മൾ 11:30 ആയി. ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ജിനു എന്താണ്ടൊക്കെ വായിച്ചു പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ജിനു പറഞ്ഞുതരും. നമ്മള് എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തേക്കണ കാരണം വലിയ പ്രശ്നം വരില്ലെന്ന് തോന്നുന്നു. 11:45 നമ്മുടെ എൻട്രി ടൈം. ഇനിയിപ്പോ ആ ക്യൂ എന്തോരം നേരം ഉണ്ടെന്നുള്ളത് അറിഞ്ഞൂടാ. മാത്രല്ല അതിന്റെ ഉള്ളില് വീഡിയോ എടുക്കാമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് അതിന്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്കാം നമുക്ക്. എന്തായാലും സംഭവം എന്തായാലും പുറത്തുനിന്ന് കണ്ടപ്പോ തന്നെ അടിപൊളി. അതെ, ഫ്ലാറ്റ് ആയി കഴിഞ്ഞു. ഉറപ്പായിട്ടും. ഞാൻ ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. നേരത്തെ കാണുമ്പോഴല്ല അതിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ അതിന്റെ ഒരു വലുപ്പം ശരിക്കും മനസ്സിലാവും. അല്ലേ? സൂപ്പർ. ഇതതിന്റെ വേറൊരു സൈഡാണ് കേട്ടോ.
ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഏറ്റവും ഓൾഡസ്റ്റ് പോർഷൻ. കണ്ടിട്ട് അങ്ങനെ ഉണ്ടോ? കണ്ടിട്ട് നോക്കിയത് ഇത്തിരി പഴക്കമുണ്ട്. ഇപ്പുറത്ത് പണിയുന്നത് ഇത്തിരി കൂടെ ഓക്കെ. അപ്പൊ നമ്മൾ ടിക്കറ്റ് ഒക്കെ കാണിച്ച് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു മോഡല്. ഓക്കെ, ഈ മോഡലാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞ 142 കൊല്ലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പണി കഴിഞ്ഞ് വന്നു കഴിയുമ്പോ എന്തായാലും ഹ്യൂജ് ആയിരിക്കും. ഹ്യൂജാണ്, ഇപ്പൊ ഓൾറെഡി ഹ്യൂജാണ്. ഇതിനകത്ത് ഇനിയിപ്പോ മെയിൻ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അവര് ഇതിനകത്ത് ഇങ്ങനെയുള്ള വർക്കൊക്കെ ഞങ്ങൾ ചില സൈഡിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോ ആളുകൾ ഇങ്ങനെ തൂങ്ങി കിടന്നൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ കണ്ടായിരുന്നു. വീഡിയോയിൽ അതൊക്കെ കാണുന്നുണ്ടോന്ന് അറിയില്ല. നമ്മളിപ്പോഴും ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇവരുടെ ലാ സാഗ്രഡ ഫാമിലിയുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓഡിയോ ഗൈഡ് അതിന് മുന്നേ ഇതിന്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പറയാം. 1872 ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞൊരു ബുക്ക് സെല്ലറോ പുള്ളി വത്തിക്കാനിൽ പോയി. വത്തിക്കാനിൽ പോയിട്ട് അവിടുത്തെ ബസിലിക്കും ഒക്കെ കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് പുള്ളിക്ക് അതുപോലെ ഒരെണ്ണം സ്പെയിനിൽ പണിയണമെന്ന് തോന്നി. ഒരാള് തിരിച്ചു വന്ന് സെന്റ് ജോസഫിന്റെ കുറച്ച് ആൾക്കാരെ കൂട്ടിട്ട് കമ്മ്യൂണിറ്റി പോലെ തുടങ്ങി. അത് എന്നിട്ട് 10 കൊല്ലത്തിന് ശേഷം അവര് ഇവിടുത്തെ ഒരു ആർക്കിടെക്റ്റിന് ഫ്രാൻസിസ്കോ എന്നങ്ങാണ്ട പേര് പുള്ളിനെ സമീപിച്ച് ഇങ്ങനെ ഒരു പള്ളി പണിയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ പള്ളി പണിയണമെന്ന് പറഞ്ഞിട്ട് പണി തുടങ്ങി. പക്ഷെ 2 അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം 1884 പുള്ളി ആർക്കിടെക്ട് ഹെഡ് ഓഫ് ദ ആർക്കിടെക്ട് സ്ഥാനത്ത് കൊണ്ടു. പിന്നെ ആന്റോണിയോ എന്ന് പറഞ്ഞ പുള്ളിക്കാണ് ഗൗഡിക്കാണ് ഇതിന്റെ ഇത് കൊടുത്തത്. അന്ന് തൊട്ട് ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആന്റോണി പറയുന്നത് മൈ ക്ലയന്റ് ഈസ് നോട്ട് ഇൻ ഹറി. അതായത് ആരാണ് ഗോഡിയുടെ ക്ലയന്റ്? ഗോഡാണ്. ഗോഡ് തിരക്കില്ല, അതുകൊണ്ട് ഈ സ്റ്റിൽ ബിൽഡിംഗ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ആ പുള്ളി മരിച്ചു. പക്ഷെ എന്നാലും പല സ്ഥലത്തുനിന്ന് പൈസ ജനറേറ്റ് ചെയ്തിട്ടാണ് ഡൊണേഷൻസ് വരുന്നുണ്ട്. ജനറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പണിയാൻ തുടങ്ങിയിട്ട് 142 വർഷമായി. ഇതാണ് ഹിസ്റ്ററി. ഇപ്പോഴും പല പല ആൾക്കാരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൗഡി ഒരു ഫേമസ് ആർക്കിടെക്ട് ആണ്. ബാർസലോണയിൽ ഒരുപാട് പുള്ളി ഉണ്ടാക്കിയ ഒരുപാട് ആർക്കിടെക്ചറൽ സാധനങ്ങളുണ്ട്. നമ്മൾ ഇതാണ് ഫസ്റ്റ്. നമ്മൾ വേറെ സ്ഥലത്തൂടെ പോകുന്നുണ്ട്. വീഡിയോ കാണാം. ഇതാണ് മെയിൻ എൻട്രൻസിന്റെ സ്ഥലം വരുന്നത്. ഭയങ്കര പഴയതാണെന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇതിന്റെ ബാക്കിലുള്ള വർക്കുകളൊക്കെ ഇച്ചിരിയും കൂടെ പുതിയതുപോലെ തോന്നുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ എൻ്റർ ആകുന്നത്. അല്ല, ഇവിടെ ഗൈഡഡ് ടൂറിന്റെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗൈഡഡ് ടൂർ എടുത്ത് ഫുള്ള് കണ്ടുപോകുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ചിട്ടില്ല, റൈറ്റ് ആംഗിൾസ് ഇല്ല എന്നാണ് പറയുന്നത്. മേലേക്ക് നോക്കി കഴിഞ്ഞാൽ കഴുത്തൊടിയുന്നുള്ളതാണ് അവസ്ഥ. ഇത്രയും 140 വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഇതൊക്കെ എങ്ങനെ പണിഞ്ഞു എന്നുള്ളതാണ്. വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ ഫുൾ എഫക്റ്റിലും കാണാൻ പറ്റുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയണില്ല കേട്ടോ. കാരണം അതുപോലെ ഹ്യൂജ് ആണിത്. ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
ഗൗഡി, അതായത് ആന്റോണിയോ ഗൗഡി ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന് 31ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡിവോട്ടീസിന്റെ ഒരു അസോസിയേഷൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അവരിൽ നിന്ന് പേയ്മെന്റ് എന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളി തുടങ്ങിയത്. എന്നിട്ട് പുള്ളി 1926 മരിക്കുന്നത് വരെ ഈ പ്രൊജക്ടിന് വേണ്ടി വർക്കുന്നത്. ആൾക്കാർ ഇതിന്റെ അകത്ത് കയറി ഇവിടെ കുറെ കത്തിയൊക്കെ ചെയ്തു. അപ്പൊ കുറച്ച് ഈ പള്ളിയിൽ കുറച്ച് പ്ലാനും ഡിസൈൻസും ഒക്കെ അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം വീണ്ടും 2010 വീണ്ടും അതിന്റെ വർക്ക് ആരംഭിക്കുകയാണ്. തീരാന്നുള്ളൊരു ഇതാണ് ഊഹാപോഹങ്ങൾ പറയണേ. കണ്ടിട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു, പക്ഷെ ഡീറ്റെയിലിംഗ് വർക്ക് ഉണ്ട് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഉള്ളില് വർക്കൊക്കെ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്, പുറത്തുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഒരുപാട് പില്ലേഴ്സ്, പറഞ്ഞ പോലെ ഒട്ടും സ്ട്രെയിറ്റ് ലൈൻസ് ഇല്ല, പില്ലേഴ്സ് ക്രൈസ്റ്റിന്റെ ഒരു രൂപം നോക്കിയ ഡിവൈൻ ആയിട്ട് തോന്നുന്നു അല്ലേ. അതൊരു വേറൊരു രീതിയിലല്ലേ നമ്മള് നോർമലി കാണാത്തൊരു. ആന്റോണിയോ ഗൗഡി എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇതിന്റെ കൂടുതൽ പുള്ളി വിശ്വസിക്കുന്നത് നേച്ചറിൽ സ്ട്രെയിറ്റ് ലൈൻസ് ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷനിൽ അത് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് യൂസ് ചെയ്യാറുണ്ട്. പള്ളിയുടെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റ് പോലെയാണ് പുള്ളി കണ്ടിരിക്കുന്നത് ഡിസൈൻ ചെയ്തത്. ഈ കാണുന്ന 4 റെഡ് കളറിലെ ബിഗ് പില്ലേഴ്സ് ഉണ്ടല്ലോ, 4 ട്രീ പോലെയാണ്, വലിയ ട്രീ പോലെ. മേലേക്ക് ചെല്ലും തോറും അതിനെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പോവുകയാണ്. ടെമ്പിൾ ഓഫ് ലൈറ്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതിന്റെ ഓരോ കോർണറിലും സൂര്യ സമയത്ത് ലൈറ്റ് വരുമ്പോൾ പ്രത്യേക കളറിലും, അല്ലെങ്കിൽ ഉദയത്തിന്റെ സമയത്ത് വേറെ ആ ഗ്ലാസുകളിലൂടെ വരുന്നത്. ഓക്കെ. നമ്മൾ ഈ കാണുന്നത് ആക്ച്വലി ഗ്ലോറി സൊസൈറ്റി എന്നാണ് പറയുന്നത്. അത് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ അതിനെ എന്താ പറയുക പ്രതിനിധീകരിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ ഈ ബിൽഡിംഗ് ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ബസിലിക്കയുടെ മെയിൻ എൻട്രൻസ്. അപ്പൊ ഗൗഡിയുടെ ആഗ്രഹം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എൻട്രൻസ് സീനെ ഫേസ് ചെയ്ത്, അതായത് കടലിനെ ഫേസ് ചെയ്തിട്ട് വേണം എൻട്രൻസ് എന്നായിരുന്നു ഗൗഡിയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ സൈഡിൽ ഡോർ വെച്ചിരിക്കുന്നത്. ഡോർ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. അതിൽ ബ്രോൺസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 50 ഡിഫറെന്റ് ലാംഗ്വേജസിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഗീവ് us this day our daily bread, അന്നന്നത്തെ അന്നം ഞങ്ങൾക്ക് തരൂ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള 50 ഡിഫറെന്റ് ലാംഗ്വേജസിൽ
എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ ഡോറ്. ആൾക്കാരെ എണ്ണ അല്ലേ അത് സെപ്പറേറ്റ്. ഈ കാണുന്ന പോർഷൻ ആക്ച്വലി അണ്ടർഗ്രൗണ്ട് പോലെയാണ്. അവിടെയാണ് ഇതാണ് അത്ര ഈ ബസിലിക്കയുടെ ഏറ്റവും ഓൾഡസ്റ്റ് പോർഷൻ. ഇവിടെയാണ് ആന്റോണിയോ ഗൗഡിനെ ബറി ചെയ്തിരിക്കുന്നത് പുള്ളി മരിച്ചപ്പോൾ. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് പുള്ളിക്ക് ഡെഡിക്കേഷനും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ക്യാൻഡിൽ ഹോൾഡർ അല്ലേ? ഇതൊരു ക്യാൻഡിൽ ഹോൾഡറാണ് കാണുന്നത്. ഓ, altar cards for the chapel നിങ്ങൾ കണ്ടത്. മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇതിന്റെ മേലെ കയറി നിന്നാണ് വികാരിയച്ഛനോ അല്ലെങ്കിൽ ചർച്ചിലെ ടീച്ചറോ പ്രീച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് അങ്ങോട്ടും കൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പണിയാണ്. ഇത് ടെമ്പിൾ അല്ലെങ്കിൽ ചർച്ചിന്റെ ഔട്ട്സൈഡ് വ്യൂ ആണ്. നിങ്ങൾക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിനെ അവിടെ കാണാം. അല്ലെ, ക്ലോസ് ഇത്തിരി വീണെടുക്കുന്ന പോലെ, അതിൽ നിന്ന് വീണെടുക്കുന്ന പോലെ ആയിട്ടാണ് പിന്നെ കുറച്ച് വേറെ കുറച്ച് സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഒത്തിരി വ്യത്യാസം ഉണ്ട് അല്ലെ കാണാൻ, സാധാരണ കാണുന്ന പോലെ. അതുപോലെ ഇവിടെയും കുറച്ച് സ്കൾപ്ചർ ഉണ്ട്. കാണാൻ ശ്രദ്ധിക്കാത്ത സാധനം കാണിച്ചെടുത്താ എടുത്തോട്ട് വന്ന് മേലോട്ട് നോക്കിക്കേ. ഇവിടെ ഒരു കുതിരപ്പുറത്തൊരു പുള്ളി ഇരിക്കുന്നത് കണ്ടോ? കല്ലില് കൊത്തി ഉണ്ടാക്കിയതല്ലേ? അതിന് മേലെയും ഉണ്ട്. നമ്മള് ചുറ്റി നോക്കണ പോലെ തോന്നിയിരിക്കും ആ 3 പേര് മേലത്ത്. പക്ഷെ ഇത്തിരി വ്യത്യാസമുള്ള പോലത്തെ കല്ലാണ്. ഇതിലത്തെ ഓരോ പീസും ഓരോ ഡിഫറെന്റ് ടൈപ്സ് കല്ല് വെച്ചിട്ടാണ് ഇത്ര ഉണ്ടാക്കിയിട്ടുള്ളത്. ചെയ്യാണ്ടാവുന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ വന്നപ്പോൾ നല്ല ക്യൂ ഉണ്ട്. നമ്മളടുത്ത രജിസ്ട്രേഷനിലേക്ക് പോകുന്നതാണ്. നല്ല തിരക്കാണ്.
ഓക്കെ, അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഓഡിയോ ഗൈഡിലെ ലാസ്റ്റത്തെ പോയിന്റ്. ഈ ഫസാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്ത സമയത്തുള്ള സീൻസ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം ശരി നിൽക്കുന്നത് മേലെ ജീസസ് ക്രൈസ്റ്റിന്റെ കുറച്ചുപേരെ കുതിരപ്പുറത്തൊക്കെ കാണാം. ആക്ച്വലി ഈ സീനും ഗൗഡിയുടെ ഐഡിയ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാ കൾച്ചറും അത്രയും സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഡ്രോയിങ്സിലൊക്കെ എഴുതിയിരുന്നത് പറഞ്ഞതൊക്കെ. ഓക്കെ, നമ്മളൊരു ചർച്ച് അല്ലെങ്കിൽ ടെമ്പിള് കണ്ടു കഴിഞ്ഞ ശേഷം അവിടുത്തെ ഒരു താഴെ തന്നെ മ്യൂസിയം ഉണ്ട്, അവിടെ വന്നതാണ്. അവിടെ ആന്റോണിയോ ഗൗഡിയുടെ ഒരു സ്കൾപ്ചറാണ്. ഇവിടെ പുള്ളിയുടെ വർക്ക് എങ്ങനെയാണ് പുള്ളി വർക്ക് ചെയ്തിരുന്നത്, പല സ്റ്റേജസ് ഓഫ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൗഡിയുടെ ഇത് മാത്രമല്ല കേട്ടോ, വേറെ ബാർസലോണയിൽ വേറെയും കുറെ വർക്കുകളുണ്ട്. അതൊക്കെയാണ് ഈ വർക്കുകളൊക്കെയാണ് പുള്ളിയുടെ ഇവിടുത്തെ. അർബൻ ഡെവലപ്മെന്റ്സും ഉണ്ട്, റെസിഡൻഷ്യൽ ബിൽഡിങ്സും ഉണ്ട്, റിലീജിയസ് ആയിട്ടുള്ളതും ഉണ്ട്. സഗ്രഡ ഫാമിലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 ടവറായിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതില് ഒന്ന് ഏറ്റവും വലുത്, ഏറ്റവും ഹൈറ്റ് കൂടുതൽ 172 മീറ്റർ എങ്ങാണ്ടാണ്. അത് ജീസസ് ക്രൈസ്റ്റിന് വേണ്ടിയിട്ടുള്ളതും, പിന്നെ ഒരെണ്ണം വെർജിൻ മേരിക്കും, പിന്നെ ഒരു 4 ഇവാഞ്ചലിസ്റ്റിനും വേണ്ടിയിട്ട്, അങ്ങനെ 6 ടവറുകൾ ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും ഹൈറ്റ് ഉള്ളത് ജീസസ് ക്രൈസ്റ്റാണ്, 172 മീറ്റേഴ്സ് ആണ് കണ്ടത്. ശരി. പോർഷനാണ് ആന്റോണിയോ കൂടി ഉണ്ടാക്കുന്ന ആനിമൽ ഇൻസ്പിറേഷൻ ഒക്കെ പോലെ. ഇത് ഹണി കോമ്പ് പോലെയാണ്. ഇത് റൂട്ട് ഉദ്ദേശിക്കണ അല്ലേ? അങ്ങനെ ഒരുപാട് ഇത് അങ്ങനെ നോക്കുമ്പോ മരങ്ങൾ നിക്കണ പോലെ. ഗ്രീൻ പോഷൻ ഉണ്ടാവും.
ഒരു മോഡല് കാണിച്ചാണ്. അങ്ങനെ വിശന്ന് പൊരിഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ട്. എന്താ കഴിക്കുന്ന സാധനത്തിന് പേരെന്ന് പറയും? പായല. കണ്ടിട്ട് പായല പോലെ ഉണ്ട്. രണ്ട് കൊഞ്ച് കിടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കൂന്തലാന്ന് തോന്നുന്നു. ഇത് ഓയിസ്റ്റർ പോലത്തെ എന്തോ. ഓയിസ്റ്റർ ആണോ അറിയില്ല. ഓ ഓക്കെ. പിന്നെ റൈസ് ആയിരുന്നോ? എന്താണ് കുടിക്കുന്നത്? ഇത് നമ്മൾ തീർക്കണം. കടക്കാം. നമ്മള് ലാ സാഗ്രഡ ഫാമിലിയുടെ കറക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇത് ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കട്ടെ. ഇത് ഗോത്തിക് ക്വാർട്ടർ എന്നാണ് ഇതിന്റെ പേര്. ഇത് ഒരു സിറ്റിയിൽ തന്നെ ഉള്ളൊരു പഴയ ഒരു ഏരിയ. അവിടെ കുറച്ച് പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഐ ലെവലിൽ, അതായത് നമ്മൾ ഈ ലെവലിൽ നിന്ന് നോക്കുമ്പോഴാണ് പുതിയ കടകളും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. പക്ഷെ കുറച്ചൊന്ന് മേലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അത് അവരിപ്പോഴും അതേപോലെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊരു അല്ലേ? തന്നെ ടൗണിൽ തന്നെ ഉള്ളൊരു സ്ട്രീറ്റ് ആണ്. കുറെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോത്തിക് ക്വാർട്ടറിൽ തന്നെയുള്ള വേറൊരു പള്ളിയാണ്. ഇവിടേക്ക് നമ്മള് എൻട്രൻസ് എടുത്തായിരുന്നില്ല. അത് കാരണം നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോന്നതേ ഉള്ളൂ. ഇത് നേരത്തെ നമ്മൾ പോയ ലാ സാഗ്രഡ ഫാമിലിയുടെ ആർക്കിടെക്റ്റിനെ പറഞ്ഞായിരുന്നില്ല, ഗൗഡി പുള്ളിയുടെ 1-2 പ്രൊജക്ടുകളിൽ ഒന്നാണ് കേട്ടോ. ഇതിന്റെ പേരെന്തായിരുന്നു? കസബാറ്റ്ലോ. കസബാറ്റ്ലോ ഗൗഡി എന്ന് പറഞ്ഞിട്ട് എന്താ, ഇതിലും പുള്ളി ഓരോ വെറൈറ്റി ടൈപ്പ് ആർക്കിടെക്ചറാണ് കാഴ്ചവെച്ചത്. ഈ സ്ട്രീറ്റിലേക്ക് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നേരെ ബസ് എടുക്കാം. നമുക്ക് ബസ് എടുത്തിട്ട് നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പുള്ളിയുടെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു 2 ഹൗസസ് കൂടെ ഉണ്ട് ഇതേപോലത്തെ. ഇതാണ് ഫസ്റ്റ് വൺ, കസാബാറ്റ്ലോ. ഇവിടെ ഇതുപോലെ സൈക്കിള് റെന്റിന് എടുത്തിട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പല പല കമ്പനികളുടെ സൈക്കിളുകളുണ്ട്.
ബൈക്സ് കുറച്ചുകൂടി കൂടുതലുണ്ട് ആ സാധാരണ ലണ്ടനിലേക്കാളും. ആ ഇവൻ കുറെ ലേഡീസ് ബോഡീസോടൊക്കെ ഉണ്ട്. ആ മാത്രല്ല ഇവര് ഇത് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സൈക്കിൾ ലൈനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. തിരക്കാണല്ലോ. നമ്മളിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് മുന്നാണ് ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകൾക്കെതിരായ പ്രതിഷേധമൊക്കെ ഉണ്ടായത്. ആ എന്താ ഇത്? അതുകൊണ്ട് അവർക്ക് വീട് വാങ്ങാനായിട്ട് പറ്റുന്നില്ല ഇവിടത്തെ ആൾക്കാർക്ക്. ടൂറിസം കൂടിയിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ പ്രശ്നം കാര്യങ്ങളും ഓവർ ടൂറിസത്തിനെതിരെ. ഓക്കെ. അന്നേരം കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ചയായിട്ടാണ് ലാസ്റ്റ് 10 ഡേയ്സിനുള്ളിലാണ് ഇത് 2-3 തവണ നടന്നത്. ഇപ്പോഴും മലയോർക്കാന്നുള്ള സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യാനായിട്ട് ടൂറിസ്റ്റുകൾ വാട്ടർ ഗണ്ണല്ലേ? ഓ അതും ആൾക്കാര് കൂട്ടത്തോടെ വന്ന് വാട്ടർ ഗണ്ണ് ചെയ്താലും മതി. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം തോന്നും. നോക്കാം. ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് രണ്ടാമത്തെ വീടെത്തിയല്ലേ? ഗൗഡിയുടെ ആർക്കിടെക്ചറിലുള്ള രണ്ടാമത്തെ വീട്. ഇതിന്റെ പേര് കസമില. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പോകാനുള്ളതാണ് മിസ്സായി. ഓ ഇങ്ങനെ നടന്ന് നമ്മളെ ഗൗഡിയുടെ മൂന്നാമത്തെ വീടും കണ്ടുപിടിച്ചു. ഇതാണ് ഗൗഡിയുടെ മൂന്നാമത്തെ വീട്. ഓക്കെ. ആ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ എൻട്രൻസ് ഉണ്ടിട്ട് അതിനൊക്കെ സ്പെഷ്യൽ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതൊക്കെ കോംബോ ആയിട്ടൊക്കെ എടുക്കായിരുന്നു. നമ്മൾ ഇതൊക്കെ ലാസ്റ്റ് മൊമെന്റിലാണ് അറിഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും ടിക്കറ്റ് എടുത്തായിരുന്നില്ല. ആ അതെ, അല്ല പറയാണ്, ടിക്കറ്റ് എടുത്താൽ അതെന്താ നിങ്ങളുടെ കയ്യിൽ പവർ ബാങ്ക് ഇല്ലേ? വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കിയാലോ. ഇവിടെ നിന്ന് ഏതാ മെട്രോ ആണോ? ഓക്കെ.